വേൾഡ് കപ്പ് ഇപ്രാവശ്യം ആരായിരിക്കും സ്വന്തമാക്കുക? സ്പെയിൻ. അർജന്റീന. അർജന്റീന ഉറപ്പാ. അർജന്റീന അഥവാ കൊണ്ടുപോയാൽ എന്തായിരിക്കും? മൊട്ടയടിക്കും. വന്നാൽ ഈ പറഞ്ഞ പോലെ തല മൊട്ടയടിക്കും. ഓ, ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാ? മെസ്സിയാണ്. യാമിൻ യമാൻ. സ്പെയിൻ. ആരാണ് കളിക്കുന്നത്? അപ്പൊ ഈ റഫറിമാരെന്ന് വിശ്വസിക്കാൻ പറ്റൂല. പഴയ അവർ 2010 എടുത്ത അതേ അടവ് നയം അവർ ഇപ്രാവശ്യത്തെ കോച്ചിലൂടെ അവര് വീണ്ടും പഴയ പ്രതാപത്തിലോട്ട് വരികയാണ്. അപ്പോ സ്പെയിനിന് ഒരു അല്പം മുൻതൂക്കം ഞാൻ കൊടുക്കും. മലയാള ജനത ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. 2026 ഫിഫ കപ്പ് ആരാണ് സ്വന്തമാക്കുക? കാത്തിരിക്കുകയാണ് ലോകമെങ്ങും. ഏറ്റവും കൂടുതൽ ഇതിൽ ഹരം പിടിച്ചുകൊണ്ട് തന്നെ കാത്തിരിക്കുന്നത് കേരളത്തിൽ മലയാളികളാണ്. പ്രത്യേകിച്ച് സ്കൂൾ തലങ്ങളിൽ പോലും വളരെയധികം ആവേശത്തോടു കൂടിയാണ് ഈ ലോകകപ്പിനെ കാണുന്നത്. എന്തായാലും ഞായറാഴ്ചയോടുകൂടി അറിയാൻ സാധിക്കും ആര് ഈ ലോകകപ്പ് സ്വന്തമാക്കും. പല സ്കൂളിലെ അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടു. ഞാനിപ്പോൾ നിൽക്കുന്നത് വള്ളക്കടവ് ഹാജി മുഹമ്മദ് കോയ മെമ്മോറിയൽ സ്കൂളിലാണ്. ഇവിടെ എന്തായാലും എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്തായാലും ഇവിടുത്തെ കുട്ടികൾ അഭിപ്രായം കൂടി തേടേണ്ടതുണ്ട്. ആരാണ് ഈ കപ്പ് കൊണ്ടുപോകുക? കാരണം വളരെയധികം ശക്തമായ പോരാട്ടമാണ് നടന്നത്. അവസാനത്തെ നിമിഷത്തിൽ അതിൽ നിന്നും ഒരാൾ പുറത്തു പോവുകയും ചെയ്തു. ഇംഗ്ലണ്ടിന്റെ പ്രതീക്ഷ അസ്തമിച്ചു. ഇനിയുള്ളത് അർജന്റീനയും സ്പെയിനുമാണ്. എങ്കിൽ ഇതിൽ ആരാണ് കപ്പ് നേടുക? നമുക്ക് എന്തായാലും ഒന്നുകൂടെ ഗസ് ചെയ്യാണ് ഇവിടുത്തെ കുട്ടികൾക്ക് പറയാനുള്ളത്. നമുക്ക് എന്തായാലും കേൾക്കാം. ഏവരെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം മലയാള ജനസിന്റെ വിശേഷങ്ങളാണ് നിങ്ങൾ മലയാള ജനസിന്റെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമന്റ്സ് അറിയിച്ചുകൊണ്ട് ഇവിടെയുള്ള കുട്ടികൾക്ക് ആരെയാണ് സപ്പോർട്ട് ചെയ്യാനുള്ളത് നമുക്ക് നോക്കാം. ഈ വേൾഡ് കപ്പ് ആരായിരിക്കും കൊണ്ടുപോകുക? ഉറപ്പാണോ? എന്തേ കാരണം? അങ്ങനെ തന്നെ. ആരിലാണ് ഒരു പ്രതീക്ഷ ഉള്ളത്? യമാൻ ജയിക്കും. യമാൻ അല്ലാതെ വേറെ ആരെങ്കിലും ആണെങ്കിലോ? ഒന്നുമില്ല. തോക്ക് ജയിക്കും, അതൊരു പ്രശ്നമേ അല്ല. അപ്പൊ എന്തായാലും ജയിക്കുന്നത് സ്പെയിൻ ആയിരിക്കും. സ്പെയിൻ. എന്താണ് ആ ഒരു കോൺഫിഡൻസ്? നമുക്ക് ആരിലാണ് പ്രതീക്ഷ? സ്പെയിനിൽ ആരാണ് നല്ലൊരു പ്ലെയർ? എത്ര ഗോൾ ആയിരിക്കും അവരടിക്കുക? 3 ഗോൾ അടിക്കും. അർജന്റീന എന്തെങ്കിലും അടിക്കുമോ? ഇല്ല. കാരണം മെസ്സിയാണ് അപ്പുറത്ത്. പൊട്ടും ഉറപ്പാണ്. ഈ മെസ്സിക്ക് വേണ്ടി റഫറി ഒരു കളിക്കുന്നു എന്ന് കേൾക്കുന്നു. അത് ശരിയാണോ? ശരിയാണോ അല്ലേ? ഉറപ്പാണോ? അങ്ങനെ ഒരു പക്ഷപാതം ആരെങ്കിലും റഫറി ചെയ്യോ? പ്രത്യേകിച്ച് ഫുട്ബോളിൽ ചെയ്യും. അപ്പൊ അതുകൊണ്ട് പൈസ കൊടുത്താൽ ചെയ്യും ആണല്ലേ? യെസ്. അപ്പൊ അതുകൊണ്ട് ആരാണ് കളിക്കുന്നത്? അപ്പൊ ഈ റഫറിമാരെന്ന് വിശ്വസിക്കാൻ പറ്റൂല. പക്ഷെ അതുവഴി നമ്മുടെ ഫുട്ബോൾ തകരല്ലേ? സ്പെയിൻ. എന്തേ അതിന് ഏറ്റവും നല്ലൊരു പ്ലെയർ ആയിട്ട് ആരാണുള്ളത് സ്പെയിനില്? യാമിൻ യമാൻ. എങ്ങനെയുണ്ട്? എത്ര ഗോളിനായിരിക്കും അവര് ലീഡ് ചെയ്യുക? 2-0 സ്പെയിൻ. എന്തേ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടാൻ കാരണം? ആരിലാണ് പ്രതീക്ഷ? യമാൻ. എത്ര ഗോളിനായിരിക്കും അവര് അർജന്റീന തോൽപ്പിക്കുക? 3-0. ഇപ്പൊ നമ്മൾ ഒരുപാട് ടീമുകൾ പുറത്തു പോയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട പ്ലേയേഴ്സും ഔട്ടായിട്ടുണ്ട്. അത് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാണ്? ഏത് രാജ്യക്കാരാണ്? പോർച്ചുഗൽ. അതിന് പോയതിന് ഭയങ്കര സങ്കടമുണ്ടോ? ഭയങ്കര സങ്കടമുണ്ട്. യെസ്. ഓക്കെ. എങ്ങനെയാണ്? ആര് വിജയിക്കും? കപ്പ് കൊണ്ടുപോയി പ്രാവശ്യം? അർജന്റീന. ഉറപ്പാണ്. ആര്? മെസ്സി തന്നെയാണോ ചാൻസ്? എത്ര ഗോളായിരിക്കും ലീഡ് ചെയ്യുക? 3-2. 3 അടിക്കും. അപ്പോ അർജന്റീന ഉറപ്പാണ്. സപ്പോസ് സ്പെയിൻ കൊണ്ടുപോയാൽ എന്തായിരിക്കും നമ്മുടെ ഒരു വികാരം? പ്രയാസം ഉണ്ടാവോ? യെസ്. ഓക്കെ. ആര് കൊണ്ടുപോകും കപ്പ്? സ്പെയിൻ കൊണ്ടുപോകും. ഉറപ്പാണോ? ഉറപ്പാണ്. കാരണം മെസ്സിയാണ് അപ്പുറത്തുള്ളത്. തോക്കും. ഉറപ്പാണ്. എന്താ ഒരു കോൺഫിഡൻസ്? നടക്കൂല. അതുകൊണ്ട് എന്തായാലും സ്പെയിൻ കൊണ്ടുപോകും. അതോ അർജന്റീനയോ? അർജന്റീന അഥവാ കൊണ്ടുപോയാൽ എന്തായിരിക്കും ഒരു മാനസികാവസ്ഥ? മൊട്ടയടിക്കും. പേരൂടെ പറഞ്ഞിട്ട് വേണം. നമുക്ക് മൊട്ടയടിപ്പിക്കണം. സുൽത്താൻ ജയിച്ചില്ല എങ്കിൽ, അർജന്റീന തോറ്റാൽ പൊടിക്രാപ്പ്. അഥവാ സ്പെയിൻ ജയിച്ചില്ല എങ്കിൽ അവൻ മൊട്ടയടിക്കില്ല, പൊടിക്രാപ്പ് അടിക്കും. നമുക്കിപ്പോ 2 ടീമാണ് ഇനി ഉള്ളത് അല്ലെ? സ്പെയിനും അർജന്റീനയും. ഇതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയറായി പല ആളുകളും തോറ്റ് പുറത്തുപോയി. ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാ? മെസ്സിയാണ്. അപ്പൊ ഇപ്രാവശ്യം മെസ്സി അടിക്കുമോ? അതോ സ്പെയിൻ കൊണ്ടുപോകുമോ? മെസ്സി. എതിരില്ലാത്ത എത്ര ഗോൾ ആയിരിക്കും ഇപ്പൊ അർജന്റീന സ്വന്തമാക്കുക? 2-1. ഉറപ്പാണ്. അഥവാ സപ്പോസ് സ്പെയിൻ ആണ് കൊണ്ടുപോകുന്നെങ്കിലോ? വരൂല. ഉറപ്പാണോ? വന്നാൽ കംബാക്ക് എടുക്കും. അഥവാ വന്നാൽ ഈ പറഞ്ഞ പോലെ തല മുട്ടയടിക്കുമോ? അവ രണ്ടാമത്തെ ആളാണ് തല മൊട്ടയടിക്കുന്നു പറഞ്ഞത്. നോട്ടബിൾ. ഇന്നലെ കോർഡോവ സ്കൂളിലെ PTA പ്രസിഡന്റ് അതോടൊപ്പം തന്നെ ഫുട്ബോൾ കോച്ച് പറഞ്ഞതുപോലെ തന്നെ വള്ളക്കടവ് സ്കൂളിലും ഇവിടത്തെ ഫുട്ബോൾ കോച്ച് ഇവിടെ ഉണ്ട് നമ്മളോടൊപ്പം, റിയാസ്. എങ്ങനെയാണ് ഒരു പ്രതീക്ഷ? ഈ വേൾഡ് കപ്പ് ആര് സ്വന്തമാക്കും? കളിയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ചാണെങ്കിൽ സ്പെയിൻ സ്വന്തമാക്കാനാണ് സാധ്യത കൂടുതൽ. പക്ഷെ അർജന്റീന ആദ്യം ഒന്ന് പതുങ്ങി കളിക്കുന്നെങ്കിലും സെക്കൻഡ് ഹാഫ് വരുമ്പോൾ അവര് അപ്രതീക്ഷിതമായിട്ടുള്ള മുന്നേറ്റമാണ് കാണിക്കുന്നത്. വളരെ മനോഹരമായി മെസ്സി
മെസ്സിയുടെ നേതൃത്വത്തിൽ തന്നെയാണ്, അങ്ങനെ തന്നെ പറയണം. മെസ്സിയുടെ ഇന്നലെ കഴിഞ്ഞ കളി സെമി ഫൈനലിൽ എടുത്താൽ തന്നെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും, 2 അസിസ്റ്റും കൊടുത്തിരിക്കുന്നത് മെസ്സിയാണ്. മെസ്സിയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള പ്രായം ആയെങ്കിലും പ്രായം കൂടുന്തോറും വീര്യം കൂടും എന്ന് പറയുന്നത് പോലെ ഏറ്റവും കൂടുതൽ പാസിംഗ്, എപ്പോ ഗോൾ അടിക്കും എന്നൊന്നും പ്രവചിക്കാൻ പറ്റാത്തൊരു കളിയാണ് അർജന്റീന മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ സ്പെയിൻ ടെക്കിട്ടാക്ക പഴയ അവർ 2010 എടുത്ത അതേ അടവ് നയം അവർ ഇപ്രാവശ്യത്തെ കോച്ചിലൂടെ അവര് വീണ്ടും പഴയ പ്രതാപത്തിലോട്ട് വരികയാണ്. അപ്പോ സ്പെയിനിന് ഒരു അല്പം മുൻതൂക്കം ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നാലും ആരായിരിക്കും സ്വന്തമാക്കുക? സ്പെയിൻ തന്നെയായിരിക്കും. എന്നാൽ ഈ പറഞ്ഞതുപോലെ അർജന്റീനയിലേക്ക് ഇപ്പൊ മെസ്സിക്ക് വേണ്ടി റഫറി കളിക്കുന്നു, ക്യാഷുമായി കളിക്കുന്നു എന്നുള്ള ആരോപണം കേൾക്കുന്നത് എത്ര മതി? അത് ആ ഒരു ഇൻസിഡന്റ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈജിപ്തുമായിട്ടുള്ള കളിയിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ഉയർന്നു വന്നത്. അപ്പോ ആ ഈജിപ്തുമായിട്ടുള്ള കളി ഞാൻ ഫുള്ള് കണ്ടതാ കളി. ഇപ്പൊ 2 ഗോള്, രണ്ടാമത്തെ ഗോള് അടിച്ച ഡിസലൗഡ് ചെയ്ത ആ ഗോള് അത് ഗോള് തന്നെ ആവാനാണ് സാധ്യതയാണ് ഭൂരിഭാഗം മനസ്സിലാവുന്നത്. ഞാനൊരു റെഫറിയാണ്, പക്ഷെ അതേ ഒരു കോണ്ടാക്ട് ഇപ്പുറത്ത് വന്നപ്പോ വാറിന് പോകാതെയും അവർക്ക് വേണ്ടി വാറിന് പോകുന്ന ഒരു സംശയത്തിന്റെ ഒരു രീതിയിൽ തോന്നുന്നുണ്ട്. പക്ഷെ അത് അതിമനോഹരമായിട്ടുള്ള ഈ വേൾഡ് കപ്പ് കണ്ടത് തന്നെ ആ ബോക്സിൽ നിന്ന് എടുത്ത് ഈ ബോക്സ് വരെ കൊണ്ടുവന്ന് സലയ്ക്ക് പാസ് ചെയ്ത് സലയുടെ അതിമനോഹരമായിട്ടുള്ള പാസിലൂടെ ഗോൾ അടിച്ചു. അത് ഗോൾ തന്നെയെന്നാണ് പ്രതീക്ഷിച്ചത്. വളരെ നിരാശയുണ്ട്. പക്ഷെ അത് അർജന്റീന ജയിച്ചതിൽ സന്തോഷമുണ്ട്. പക്ഷെ അത് ഗോൾ കൊടുക്കണമായിരുന്നു. അത് ഈ റഫറി കളിച്ചു എങ്ങനെയാണ് തോന്നുന്നത്? റഫറിയും കൂടെ ആയ സ്ഥിതിക്ക് എനിക്ക് നമ്മളെ പ്രൊഫഷനിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് റെഫറീസിനെ കുറ്റം പറയാൻ പാടില്ല. എന്നാലും അത് ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഏറ്റവും നല്ലൊരു പ്ലെയർ ആരായിരുന്നു? ആര് വരണമെന്നായിരുന്നു ആഗ്രഹിച്ചത്? എന്റെ ടീം എന്ന് പറഞ്ഞാൽ ബ്രസീലാണ്. വിനീഷ്യസിന്റെ ഇതിൽ നെയ്മർ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ അപ്രതീക്ഷിതമായി ജപ്പാന്റെ കൂടെ കളിച്ച കളി അവര് നോർവേയായിട്ട് കളിക്കാൻ വേണ്ടി പറ്റിയില്ല എന്ന് തന്നെയാണ് പറയാൻ. ഒരുപാട് അവസരങ്ങൾ പാഴാക്കി. ആദ്യത്തെ പെനാൽറ്റി കൊടുത്തതിൽ തന്നെ ഒരു മിസ്റ്റേക്ക് കോച്ചിന് അവിടെ സംഭവിച്ചു. ഇത്രയും ഫോമിൽ നിൽക്കുന്ന വിനീഷ്യസിന് കൊടുക്കാതെ ഗുമറേസ് എന്ന് പറഞ്ഞ പ്ലെയറിന് കൊടുത്തത് അത് വളരെ തെറ്റായ തീരുമാനമായി പോയെന്ന് പല ശേഷം നമുക്ക് മനസ്സിലായി. പിന്നെ നെയ്മറിനെ ആദ്യ പകുതിയിൽ ഇറക്കാത്തത് എല്ലാം മെസ്സിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നെയ്മർ ആ ടീമിലുണ്ടാവുമ്പോൾ നെയ്മറിനെ പിടിക്കാനായിട്ട് എങ്ങനെ പോയാലും 2 പ്ലേയേഴ്സ് ആദ്യം വേണ്ടി. അപ്പൊ മറ്റുള്ള പ്ലേയേഴ്സിന് ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റും. പക്ഷെ അത് കോച്ച് ഉപയോഗിച്ചില്ല എന്ന് അതൊക്കെ തെറ്റായിട്ടുള്ള തീരുമാനങ്ങളാണെന്ന് അവരുടെ ബ്രസീൽ കോൺഫെഡറേഷൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ബ്രസീൽ വരണം ആഗ്രഹിച്ചു, പക്ഷെ പുറത്തായി. അപ്പൊ ഇപ്പോ സ്പെയിൻ വരുമെന്നുള്ള പ്രതീക്ഷ. സ്പെയിൻ ജയിക്കാൻ സാധ്യത ഉണ്ട്. സ്പെയിൻ വരണമെന്നല്ല, 2 ടീമിലെ കളി വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ കളി ഞാൻ കണ്ടതാണ് ഫ്രാൻസിലെ ഒത്തിരി ടീമാണ്. എംബാപ്പെ, ഡെമ്പലെ, പിന്നെ ഒലീസെ, അങ്ങനെ പ്രമുഖരായിട്ടുള്ള കളിക്കാർ യൂറോപ്പിൽ കളിക്കുന്ന ഏറ്റവും കിടിലൻ പ്ലേയേഴ്സ്, ടോപ്പായിട്ടുള്ള പ്ലേയേഴ്സ് കളിക്കുന്ന ടീമാണ്. പക്ഷെ അവരെ ഈസി ആയിട്ട് തോപ്പിച്ചു എന്ന് വേണം പറയാൻ വേണ്ടി. എംബാപ്പെ ഒരു ഗോൾ ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഫ്രാൻസിന്റെ വന്നിട്ടില്ല. അത്രയ്ക്ക് ഡിഫൻസീവിലും അറ്റാക്കിങ്ങിലും ലമീൻ യമാലൊന്നും ഒരു രക്ഷയില്ല. അടുത്ത ലയണൽ മെസ്സി എന്ന് തന്നെയാണ് നമുക്ക് വിശേഷിപ്പിക്കാൻ ലമീൻ യമാലിനെ. അപ്പൊ എന്തായാലും ഈ ഫിഫ കപ്പ് കൊണ്ടുപോകുന്നത് സ്പെയിനാണ് അല്പം സാധ്യത കൂടുതൽ. അപ്പൊ ഇതാണ് ഇവിടെയുള്ള കുട്ടികൾക്ക് പറയാനുള്ളത്. ആരൊക്കെ മുട്ടയടിക്കും, ആരൊക്കെ മുടി ക്രോപ്പ് ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയാം. ഏതായാലും പല പ്രതീക്ഷയിലാണ്. അർജന്റീനയ്ക്ക് സപ്പോർട്ട് കൊടുക്കുന്നവരുണ്ട്. ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ അതൊരു ചൂതുകളി പോലെ റഫറി പക്ഷപാതം കാണിക്കുന്നു എന്നുള്ള അഭിപ്രായം അത് ഇവിടുത്തെ കുട്ടികൾക്കുമുണ്ട്. പക്ഷേ ഇല്ല, പൊരുതി ജയിക്കാൻ സ്പെയിൻ എപ്പോഴും ഉണ്ടാകുമെന്നുള്ള അഭിപ്രായമാണ്. എന്നാലും കാത്തിരുന്ന് കാണാം ആരായിരിക്കും ഈ വേൾഡ് കപ്പ് സ്വന്തമാക്കുക എന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും മലയാള ന്യൂസിന്റെ കമന്റ്സ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. എന്തായാലും പുതിയ ആളുകളുടെ വിശേഷങ്ങൾ എന്താണ് എന്ന് നമുക്ക് എന്തായാലും കേൾക്കേണ്ടതുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം ആര് കപ്പ് സ്വന്തമാക്കും എന്നുള്ളത്. ഏതായാലും നിങ്ങളുടെ കമന്റ്സുകൾ, അഭിപ്രായങ്ങൾ അത് കമന്റ്സ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയ ന്യൂസുമായി കാണുന്നത് തൽക്കാലം വിട. ബൈ. ആരാ ജയിക്കുക? ഉറപ്പ്.